ഹലോ ഡിയേഴ്സ്, അപ്പോൾ പാത്തു സംറോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ മേപ്പാടി ക്യാമ്പിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വിശദമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ നിൽക്കുന്നത് നമ്മളെപ്പോലെ സാധാരണ ആളുകളാണ്. അവരെ സ്വകാര്യതനെ മാനിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ആരും പേഴ്സണലായിട്ട് പോയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കരുത്. അപ്പോൾ ക്യാമ്പിൽ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഓരോരുത്തരും അവനവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കുറേ സന്നദ്ധ സംഘടനകളുണ്ട്. ഇന്നൊക്കെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരെയും കാര്യങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ അന്വേഷിക്കാനൊക്കെ വോളണ്ടിയേഴ്സ് ഉണ്ട്. പിന്നെ അവർക്ക് കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് നമ്മൾ ഈ സ്കൂളിലുള്ളത്. നല്ല സൗകര്യമുള്ള സ്കൂളാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ വോളണ്ടിയർ ആയിരുന്നു ഇന്ന്. അപ്പോൾ കണ്ടപ്പോൾ സങ്കടമുണ്ട്, പക്ഷേ ഒരു സന്തോഷം തോന്നി. കാരണം അവർ സുഖമായിട്ടാണല്ലോ നിൽക്കുന്നതെന്ന്. അപ്പോൾ അതാ ചെറിയ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരു കുഞ്ഞു പാർക്ക്, അതൊക്കെ സ്കൂളിലുള്ളതാണ് കേട്ടോ, ഓൾറെഡി സ്കൂളിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ മക്കൾക്ക് കുറേ ഉപകാരപ്പെട്ടു. കുഞ്ഞു മക്കൾ അവിടെയൊക്കെ കളിച്ച് നല്ലോണം തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. പിന്നെ കുടുംബങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ഈ കുട്ടികളൊക്കെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വീട് മാത്രമാണ് പോയത്, അവർക്ക് ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്, അങ്ങനത്തെ കമൻറ്റുകളൊന്നും വരരുത്. മക്കളെ കണ്ടിട്ട് അങ്ങനെ സഹതാപം അങ്ങനത്തെ കമൻറ്റുകളൊന്നും വരരുത് കേട്ടോ. ഇവർക്കൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ വോളണ്ടിയേഴ്സ് എല്ലാവരും എല്ലാവരുടെ കാര്യം നോക്കി നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വൈറൽ ഫീവറൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാവർക്കും നല്ല ഡ്രസ്സുകളും സ്വെറ്ററുകളും പുതപ്പും കടക്കയും എല്ലാ സാധനവും നല്ല ആവശ്യത്തിൽ അതിൽ അപ്പുറം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ ഇതായി ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. ഇതൊക്കെ വിളമ്പി കൊടുക്കാനൊക്കെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ടൈം ആയാൽ അനൗൺസ് ചെയ്യും. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് കഴിക്കും. ഇന്ന് കുറേ കറികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമ്പിലുള്ളൊരു കുഞ്ഞാപ്പിയാണത്. അപ്പോൾ ഇതിവിടെ ഗൈഡ്സിൻ്റെയും റെഡ് ക്രോസിൻ്റെ ഒക്കെ കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അവരൊക്കെ നല്ലോണം പണിയെടുക്കുന്നുണ്ട്. പാവം തോന്നും മക്കൾ. അപ്പോൾ കുറേ നേരം ഞങ്ങളും അവിടെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കാണിച്ചു തന്നത്. നല്ല ഫുഡായിരുന്നു. പിന്നെ ചെറിയ കുട്ടികളൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരെയും നല്ലോണം കളിയും ചിരിയും ഒക്കെ ആക്കിയിട്ട് കുട്ടികളൊക്കെ കൂട്ടി കളിയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അവിടെ. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. ചൂരമല സ്കൂളിലുണ്ടായിരുന്ന മൊത്തം കുട്ടികൾക്കും മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുണ്ടക്കായൽ LP സ്കൂളായിരുന്നു, അവർക്ക് മേപ്പാടി പഞ്ചായത്തിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ആ ഹാളും വിട്ടുകൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അവർ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും അവർക്ക് ക്ലാസ് എടുക്കുക. അവർക്ക് ക്ലാസ് റൂമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെ ടീച്ചേഴ്സും കുട്ടികളും തന്നെ ആയിരിക്കും. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കുട്ടികളും ടീച്ചേഴ്സും തന്നെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ നല്ല മുറക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സ്കൂൾ കിറ്റും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പുസ്തകവും പെന്നും ഒക്കെ അടക്കമുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ക്യാമ്പിലെ വിശേഷങ്ങൾ.